ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ജേർണലിങ് ചെയ്യാം. ഫസ്റ്റ് ഞാനെൻ്റെ ജേർണൽ സെറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ക്യൂബ് ജേർണലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വിൻറ്റേജ് ജേർണൽ ചെയ്യാം. ഇതാണ് എൻ്റെ ജേർണൽ ബുക്ക്. ഇതിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിലായത്. പക്ഷേ പിന്നെ നോക്കിയപ്പം വീഡിയോ വേറെ നടന്നിട്ട് ഓഫായിപ്പോയി. അതുകൊണ്ട് ഞാൻ പകുതിക്ക് വെച്ചാണ് ജേർണൽ ചെയ്യുന്നത്. ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ജേർണൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ജേർണൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ചെയ്ത് പകുതിയാക്കി നിങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ വീഡിയോ ഓഫായിപ്പോയി എന്നെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഈ ജേർണലിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഒക്കെ ചെയ്യാം. ഫസ്റ്റ് ഇതേപോലെ ഒരു സ്റ്റിക്കർ കളക്ഷനുള്ള എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റിക്കർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്കേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലും യൂസ് ചെയ്യാറ് ഇതേപോലത്തെയൊക്കെയാണ്. ഇതൊക്കെ യൂസ് ചെയ്യാറാണ്. സ്റ്റിക്കേഴ്സ് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സ്റ്റിക്കേഴ്സ് കുറേ. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ പീൽ ചെയ്തെടുക്കാം. എനിക്ക് കുറച്ചും കൂടെ ആദ്യം ഇത് നമുക്ക് റൈറ്റിങ്ങിൽ എഴുതാൻ വേണ്ടിയിട്ടായിട്ട് ഇതെടുക്കുന്നുണ്ട്. ഞാൻ ഈ സൈഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് സെക്കൻഡ് ഒന്നായിട്ട് ഞാൻ വേറൊരു പാലറ്റിൽ നിന്ന് എടുക്കാം. കുറച്ചും കൂടെ ഇതിൻ്റെ എടുക്കാം. ഇതൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റിക്കർ എടുക്കാം. നല്ല കുറച്ചും കൂടെ ഒരു ക്യൂട്ടായിട്ട്, ക്യൂട്ട് മീൻസ് ഇതിൻ്റെ ഒരു ചേരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇത് ഭയങ്കര എന്താണ് ഇതൊന്ന് ഫീൽ ഒട്ടിക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇവിടെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. വാഷി ടപ്പ് തീരാറായിട്ടുണ്ട്. എന്നാലും ഞാൻ വാഷി ടപ്പ് യൂസ് ചെയ്യാണ്. ഇത്ര ഞാൻ വാഷ് ടാപ്പ് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് വാഷ് ടാപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ആകുമ്പോൾ സ്പേസ് ഉള്ളത്. ഇതിൽ ഞാൻ നിറച്ചിട്ടുണ്ട്. റൈറ്റിങ്സൊക്കെ എഴുതി വരുന്നുണ്ട്. എന്തായാലും നിറയും, അത് ഉറപ്പാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫെമിലിയറായിട്ടുള്ള ഇതേ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് സ്റ്റിക്കേഴ്സ് നമുക്ക് ഈ രണ്ടെണ്ണമാണ് കുറച്ചൊരു ഭംഗിയില്ല. അപ്പം ഇതിനൊക്കെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റായിട്ട് കുറച്ചും കൂടെ ഭംഗി ഫീൽ ചെയ്യുന്നത് ഇതിൽ കുറേ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം നമുക്കെല്ലാം ഒരു ഫെമിലിയർ ആയിരിക്കണം. പക്ഷെ എനിക്കിത് കുറച്ചും കൂടെ തോന്നുന്നുണ്ട്. ഇത് സ്റ്റാമ്പ് ടൈപ്പാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ റൈറ്റിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ റൈറ്റിങ്സ് ആഡ് ചെയ്തോളുക. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഏത് റൈറ്റിങ്സ് ആഡ് ചെയ്യണം, ഇങ്ങനത്തെ റൈറ്റിങ്സ് ആഡ് ചെയ്യാം.
ഇപ്പോൾ വിൻറ്റേഴ്സിനെ പറ്റിയോ നിങ്ങൾക്ക് പ്രത്യേക സാഡ്നെസ് ഉണ്ടോ, അതിനെ പറ്റിയോ ഇഷ്ടമുള്ള റൈറ്റിങ്സ് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് റൈറ്റിങ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും ഞാൻ റൈറ്റിങ്സ് എഴുതിയിട്ടാണ് എത്തിയത്. രണ്ട് സൈഡിലെയും ഒരു എഴുതാണ്. അപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ല. My vintage journal. This is my third vintage journal. I like journal. Journal is stress releasing and relax mind, cool our mind because I like journal. ഞാനിതിൽ റൈറ്റിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഒരു സ്റ്റിക്കർ കൂടെ ഞാൻ ഇവിടെ ഈയൊരു ഭാഗത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റിങ്സ് ചെയ്ത് ഫിൽ ചെയ്യാം. പിന്നെ ഐ ലൈക്ക് കാമിജാർ ഓൾസോ എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം കാമിജാറും കുറച്ചും കൂടെ സ്ട്രെസ് റിലീസബിളാണ്. അത് മാത്രമല്ല അത് നമുക്ക് കുറച്ചൊരു മൈൻഡ് റിലാക്സിങ്ങും തരും. അത് കാമിജാർ ഓൾസോ നല്ലൊരു ഇതാണെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജേണൽ. ഈ ഒരു ജേണൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഇപ്പം എന്താ പിന്നെ 69 70 പിന്നെ 69 ഇപ്പോൾ ആ ഒരു ഇത് തന്നെ നിൽക്കുകയാണ്. അത് 20 പിന്നെ 69 70 69 ഇപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് നമ്മുടെ ചാനലാണ്. അപ്പം ഫേസ് റിവീലൊക്കെ നിങ്ങളൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നാൽ എല്ലാം നിങ്ങൾക്കേ പറ്റും. നിങ്ങൾക്കൊണ്ട് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വീഡിയോ ഇടാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ നിങ്ങൾ ഫേസ് റിവീൽ ഉടനെ ഇടുന്നതായിരിക്കും. ഒരു 100 സബ്സ്ക്രൈബേഴ്സിൽ ഇടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നറിനെ നമ്മളൊരു 20-ാം തീയതിയൊക്കെ ചിലപ്പം കാണിക്കും, അല്ലെങ്കിൽ ഒക്ടോബർ 26 കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.